Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയുടെ സമയത്ത് ലക്ഷോപലക്ഷം കുടുംബങ്ങളിലും വ്യക്തികളിലും കർത്താവ് കൃപയും അനുഗ്രഹവും സൗഖ്യങ്ങളും ചൊരിയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാരണം, ലക്ഷോപലക്ഷം ആളുകൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുന്നവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇനി അത് ഉപവസിക്കാത്തിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, സാധിക്കുന്നവരെല്ലാവരും തന്നെ ശനിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞായറാഴ്ച നടക്കുന്ന അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫാസ്റ്റ് ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളും ആ പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് പങ്കുചേരുക. ഇന്ന് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് ചിന്തിക്കാൻ നൽകിയിരിക്കുന്നൊരു വചനം, ആരെയാണ് സേവിക്കേണ്ടത്? യജമാനനെയോ ഭൃത്യനെയോ? ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ പൊരുൾ കിട്ടാതെ മനസ്സ് ഇതെന്താണെന്ന് ചിന്തിക്കുകയായിരിക്കാം. എനിക്കിതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 9-10 തിരുലിഖിതങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കർത്താവിന് വേണ്ടി തീക്ഷ്ണമായി വേല ചെയ്യുമ്പോൾ ലോകത്തിൽ നടക്കുന്നൊരു പ്രതിഭാസം അദ്ദേഹത്തെ അലട്ടി. അദ്ദേഹം അത് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ ഉത്സാഹിക്കുക, എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസലോനിക്കായിലേക്ക് പോയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക നാളുകൾ യേശുവിൽ സന്തോഷിച്ച്, യേശുവിനെ ആരാധിച്ച്, യേശുവിന് അഭിമാനം കൊണ്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയ ഒരു ദൈവ പൈതൽ ദേമാസ് ലോകത്തിൻ്റെ സമ്മർദ്ദം വന്ന്, ലോകത്തിൻ്റെ ദുരാശകൾ, ലോക അരൂപിയുടെ പീഡ, ലോകത്തിൻ്റെ സ്വാധീനം വന്ന് പുറകോട്ട് വലിച്ച് യേശുവിൻ്റെ കാര്യങ്ങളും യേശുവിനെ ഉപേക്ഷിച്ച് ദേമാസ് പൗലോസ്ലീഹായെ വിട്ടുപോയി. ഇതുപോലെ ഇന്ന് അനേകം മക്കളെ ലോകത്തിൻ്റെ അരൂപി പീഡിപ്പിക്കുകയാണ്. ഇവർ യേശുവിനോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുഷ്ടത കൊണ്ടായിരിക്കണമെന്നില്ല യേശു ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് വീണു പോകുന്നത്. ഒരുപാട് പേരെ അലട്ടുന്ന ഒരു വിഷയം ഇതാണ്: ശരിക്കും യേശു ഉണ്ടോ? ശരിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമോ? ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ? ലോകത്തിൻ്റെ അരൂപി എന്നിട്ട് ഇവരെ വലിക്കുകയാണ്. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ: ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. യേശു ക്രിസ്തുവിനെ അവർക്ക് ദൃശ്യമല്ല. യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവമഹത്വം ദൃശ്യമല്ലാതെ ലോകത്തിൻ്റെ അരൂപി നമ്മുടെ മനസ്സിലെ വിശ്വാസത്തിൻ്റെ ജ്വലനത്തെ കെടുത്തിക്കളഞ്ഞ് നമ്മളെ ലോകപ്രകാരമാക്കി മാറ്റുകയാണ്. എന്നാൽ ഒരു കാര്യം ദൈവവചനം ഉറപ്പിച്ച് പറയുകയാണ്: യേശു അവൻ ഇന്നും ജീവിക്കുന്നു. യേശു അവൻ സത്യം തന്നെ. ഇന്നും അവിടെയുണ്ട്. പിതാവായ ദൈവം പുത്രനായ യേശുവിനെ മഹത്വപ്പെടുത്താൻ ഇന്നും ആഗ്രഹിക്കുന്നു. ഇതാ ഒരു വ്യക്തിക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിച്ചു, പറഞ്ഞു. ആ വ്യക്തി യേശുവിനെ വിശ്വസിച്ചു. പിതാവ് ഇന്നും നമ്മുടെ കൂടെ യേശു ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനായി അവൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഒരു കാര്യം ചെയ്തത് ഒരു മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഷൈജി. ഞാൻ മുണ്ടംവേലിയിൽ നിന്നും വരുന്നു. ഷൈജി മുണ്ടംവേലിയിൽ നിന്നാണ് വരുന്നത്. 6 വർഷമായി ഞാനന്ന് വീണതാണ്. ജോലി സ്ഥലത്ത് വെച്ച് സോപ്പോയിൽ തന്നെ വീണ് എൻ്റെ കാല് ഫ്രിഡ്ജിൻ്റെ അടിയിൽ പോയി. ഫ്രിഡ്ജിൻ്റെ അടിയിൽ കാല് പോയിട്ട് കാലും ഫ്രിഡ്ജും കൂടി ജാമായി. വേറെ കൂട്ടുകാരികൾ കാല് വലിച്ചെടുത്തപ്പോൾ എൻ്റെ കാലിൻ്റെ എല്ല് പൊടിഞ്ഞു പോയി. എല്ലാം കൂടെ കൂടി പൊടിഞ്ഞ് തവിട്ട് പൊടിയായി. ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു പൊട്ടേ ഉള്ളെന്ന് പറഞ്ഞു. ഒരു ചെറിയ പൊട്ടെന്ന് പറഞ്ഞ ബാക്കി
ബാക്കിയെല്ലാം പോയിന്ന്. ഒരു ചെറിയ പൊട്ടഞ്ഞി ബാക്കിയുള്ളു, ബാക്കിയെല്ലാം തവിട് പൊടിയായിരുന്നു, പൊടിഞ്ഞു പോയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നിട്ട് 5 പ്രാവശ്യം അവരെൻ്റെ കാല് പ്ലാസ്റ്റർ ഇട്ട്, ശരിയായില്ല. ഈ പൊടിഞ്ഞ സാധനത്തെ എന്ത് ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റർ ഇട്ട് നമ്മളെ പുട്ടുംകുറ്റിക്കകത്ത് തവിട് ഇങ്ങനെ അല്ല നമ്മളെന്ത് വെച്ചിരിക്കുന്ന മാതിരി പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ കുറേ നാൾ വെച്ച് നോക്കി, ഒന്നും ശരിയാകണില്ല. 5 തവണയാണ് ഇങ്ങനെ ഈ ഇതിനകത്താക്കി വെച്ചത്, ശരിയായില്ല. എന്നിട്ട് ഡോക്ടറിനെ പിന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു MRI സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. MRI സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് പാച്ചോറ് പോലെ കലങ്ങി കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പുട്ടിന്റെ പൊടി പോലെ ആയിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു, ഇതിപ്പോ എങ്ങനെയായത്? എന്നിട്ട് കലങ്ങി അടിച്ച് പാച്ചോറ് കിടക്കണ മാതിരി കിടക്കും. എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു ഇങ്ങനെ ചവണ കൊണ്ട് അത് വടിച്ചെടുത്ത് സ്റ്റീല് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ കൊച്ചി ഒരു കാലത്തും നടക്കൂല എന്ന് പറഞ്ഞു. ഈ കൊച്ചിന്റെ കാലിന്റെ കാര്യം പോക്കാണ്. ഇതിനകത്ത് എന്ത് ചെയ്ത് പാച്ചോറ് പോലെ കലങ്ങി കിടക്കാണ്. ഇതെങ്ങനെ നമ്മൾ വടിച്ചെടുത്ത് നമ്മളിങ്ങനെ ഒരു സ്റ്റീലിനകത്ത് ഇങ്ങനെ നിരത്തി വെക്കാൻ പോലും പറ്റുന്ന സ്ഥിതിയല്ല, ഒരു വടിച്ചെടുക്കാൻ പോലും കിട്ടില്ല, അതേമാതിരിയായെന്ന് പറഞ്ഞ് പൊടിഞ്ഞിട്ട്. അങ്ങനെ കണ്ണമാലി പള്ളിയിൽ 2016 സേവ്യർ ഖാൻ അച്ഛൻ ധ്യാനം നടത്തിയപ്പോൾ എൻ്റെ വീട് കണ്ണമാലിലാണ്, എന്നെ കെട്ടിച്ചിരിക്കുന്നതാണ് മനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. എന്നിട്ട് അവിടെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടി കൊണ്ടുപോയി ഓട്ടോറിക്ഷക്കാണ് കയറ്റണം. ഓട്ടോറിക്ഷയ്ക്ക് കയറ്റാൻ പണിയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കാല് ചവിട്ടാൻ പറ്റില്ല, എനിക്ക് ഈ കാലുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റണുണ്ടായില്ല. ആ പൊടിഞ്ഞ് കിടക്കണ കാല് അവിടെ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റും, അതേമാതിരി ഒരു സാധനം ഒരു ചാക്കിട്ട് തൂങ്ങി കിടക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഓട്ടോയിൽ എന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് അച്ഛൻ എൻ്റെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മോൾ നടക്കാണ്ടൊന്നും ഇരിക്കില്ല, ശക്തിയോടുകൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് ശക്തിയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ സൂക്ഷിച്ചു നോക്കിയോ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു അച്ഛനോട് അല്ലേ? അച്ഛനോടെല്ലാം ഞാൻ പറഞ്ഞു അച്ഛനെല്ലാം കേട്ടിട്ട് പറഞ്ഞു നടക്കാതൊന്നും ഇരിക്കുകയല്ല, നടക്കും, അതിന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ അതെ, അങ്ങനെ തന്നെ അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ട് ഷാർപ്പായിട്ട് പറഞ്ഞാലും അച്ഛൻ നടക്കുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. എന്താ വഴക്ക് പറഞ്ഞാലേ ഞാൻ നോക്കുമ്പോൾ ആകെ നിരാശപ്പെട്ടിരിക്കുകയാണ്, കാരണം പാച്ചോറ് കലങ്ങിയവരല്ലേ കലങ്ങി കിടക്കണം. പിന്നെ ഞാൻ പറഞ്ഞ് അച്ഛൻ എനിക്ക് ഓട്ടോറിക്ഷയിൽ കാശ് കൊടുത്ത് ഞാൻ മടുത്തച്ഛ, എനിക്കൊന്ന് ബസ്സിൽ കയറണമെന്ന് പറഞ്ഞ്. ഞാൻ 6 വർഷം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ട് ബസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് എന്നെ എപ്പോഴും അച്ഛനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് നീ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം നിന്റെ പൊങ്ങാത്ത കാലി പൊക്കി തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ബസ് വന്നിട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഇടിപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞിട്ട് എൻ്റെ കാലൊന്നും എനിക്ക് പൊക്കിത്ത പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞില്ല. ഞാൻ ഈ കാല് എങ്ങനെയോ പൊക്കി ബസ്സിൻ്റെ അകത്തായിട്ട് കയറി കഴിഞ്ഞപ്പോൾ ഈ കാല് കിടന്ന് കുടുങ്ങുവാണ്. തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രേക്ക് പിടിക്കുമ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ മുന്നോട്ട് പോകും, എൻ്റെ ഈശോ എന്നെ കാത്തേക്കണേന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കണില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ നിന്നും കൊണ്ട് ഞാൻ യാത്ര ചെയ്തു. എന്റെ ദൈവം, ഇത് എന്തൊരു അത്ഭുതം! ഇത് മുട്ടുമേലൊന്നും നിൽക്കാൻ പറ്റൂല. ഇപ്പൊ എനിക്ക് നല്ല ശരിക്കും മുട്ടയിലൊക്കെ നല്ല റെഡിമണി കണ്ടീഷൻ. യേശുവേ, ഇതാ കാല് മടക്കി എനിക്ക് ഇരിക്കാം. ദൈവമേ, എന്തോ ഒരു അത്ഭുതം ഇപ്പൊ ഇത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റേ ഡോക്ടറെ കാണിച്ചപ്പോ ആ പൊടിഞ്ഞു പോയ സാധനം എല്ലാം കൂടി ചോദിച്ചു എന്ന് പറഞ്ഞോ? അതിങ്ങനെ ഈ ഷെവർ ചെയ്യുന്ന സമയത്ത് തന്നെ കത്തി കൂടുന്ന സമയം അത് അവിടെ എല്ലൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ആണോ ആദ്യം? ഇപ്പൊ പിന്നെ നോക്കിയപ്പോഴോ? ഇപ്പോഴും ഇല്ല, എന്നാലും നടക്കണുണ്ട്. ഇതെന്തൊരു പരിപാടി! പാദത്തിൽ ഒരു തുള്ളി എല്ല് പോലും ഇല്ല. എൻ്റെ പാദം കാണുമ്പോ അറിയാം. കർത്താവ്, എനിക്ക് മനസ്സിലാണല്ലോ ഒന്നും. ഈശോയുടെ ഓരോരോ അത്ഭുതങ്ങൾ. ഇപ്പോഴും ഇല്ല എല്ല്? ഇപ്പോഴും ഇല്ല. വെറുതെ മാമസത്വമേ നടക്കണേ. എന്തായാലും പരിശുദ്ധാത്മാവിന്റെ അത്ഭുതം കണ്ട മക്കളെ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ സാധനം പെട്ട അതൊന്ന് പഴുത്തൊന്ന് എടുത്തു കളയുന്നതിന് എത്ര പണിയാ? ഒന്നും വേണ്ട, മുറിവിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സാധനം പെട്ടാൽ മതി, അത് കുത്തിപ്പഴുത്തിരിക്കും. ഇവിടെ പാച്ചോറ് പോലെ കലങ്ങി കിടക്കുന്ന ഒരുപാട് എല്ലുപൊടികൾ ഇറപ്പുണ്ട് അതിനകത്ത്. അത് ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു പ്രശ്നം വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നടക്കില്ലെന്നാണ് പറഞ്ഞത്. ഡോക്ടർ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കണം. ഞാൻ ചെന്നപ്പോൾ
ഇതെങ്ങനെ നടന്നെന്നാ ചോദിക്കണം. ഡോക്ടർ നോക്കുമ്പോൾ ഇതാ സ്റ്റഡിയായി ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് കർത്താവ്, ഇതൊരു ഗംഭീര പരിപാടിയാണുള്ളത്. അതായത് ബസ് മോളെ നീ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നീ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. നീ ഇവിടെ നിരാശപ്പെട്ട് കിടക്കാതെ നീ എഴുന്നേറ്റ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന അച്ഛൻ വഴക്ക് പറഞ്ഞില്ലേ. ആ സമയത്ത് കറക്റ്റ് ഒരു ബസ് വന്നു. അപ്പം ഇങ്ങനെ കാല് കിടന്ന് ഇങ്ങനെ വിറയ്ക്കുക, പോണം എന്ന് പറഞ്ഞു. ഈ കാല് തന്നെയാണ് ഞാൻ എടുത്ത് വെച്ചത് ഫസ്റ്റില്. എനിക്ക് ഈ കാല് പൊങ്ങൂലായിരുന്നു. ഈ ബസ് കണ്ടോണ്ട് കാലെടുത്ത് ഒറ്റ വെപ്പ്. യേശുവേ, ഈ കുട്ടിയുടെ വിശ്വാസവും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണന്മാരിൽ ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടുവന്ന് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ പതുക്കെ എല്ലാം ഓർമ്മ വരുന്നുണ്ട്. ഗംഭീര നിസ്സാര കാര്യമല്ലാട്ടോ കർത്താവ് ചെയ്തത്. കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്. നീ അസ്ഥി ഇല്ലെങ്കിൽ അസ്ഥി വേണ്ട, നീ നടക്കുക, അച്ഛൻ പറഞ്ഞ പോലെ സംഭവിക്കട്ടെ എന്ന് കർത്താവ് അങ്ങോട്ട് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാരെന്ത് പറഞ്ഞു? ഇത് പറയണ്ട, എല്ലാരും വിശ്വസിച്ചു. ആണോ? അവർക്ക് ഭയങ്കര ഒരു സംഭവമായി. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ബസ്സിൽ കയറിയിട്ട് സീറ്റുണ്ട്. നമ്മളാണെങ്കിൽ ഇരിക്കാനുള്ള വയ്യാത്ത ആളാണെന്ന് പറഞ്ഞ വയ്യാത്ത ആളെന്ന് പറയാതിരിക്കപ്പോഴും നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഈ ചേച്ചി ഞാൻ ഇരിക്കണ, ഞാൻ നിൽക്കുകയാണ്, എൻ്റെ കാലിൻ്റെ ശരിയായി എന്ന് പറഞ്ഞ് ആ കാലും പൊട്ടിച്ചൊരു പാച്ചോറോ കാലുമായിട്ട് നിൽക്കുക. കർത്താവിനെ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അസ്ഥി ഇല്ലെന്ന് ഉറപ്പായും പറഞ്ഞോ? പറഞ്ഞു. ഇതിനകത്ത് അസ്ഥി ഇല്ലെന്ന് പറഞ്ഞു. എന്തിനാ പ്രതിഭാസത്തെ? ദൈവപുത്ര സർവശക്ത നിത്യപിതാവേ ഉയർത്തി യേശുനാഥ ആമേൻ ദൈവപുത്ര ആമേൻ സർവശക്ത നിത്യപിതാവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു സംഭവത്തിലൂടെ സ്വർഗം നമ്മളോട് സംസാരിക്കുകയാണ്. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് ദൈവം വിവിധ രീതികളിൽ വിവിധ ശുശ്രൂഷകളിലൂടെയും നമ്മളോട് ദൈവം, പിതാവായ ദൈവം ഇന്ന് നേരിട്ട് സംസാരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഈ സംഭവത്തിലുള്ള പിതാവായ ദൈവം ഇന്ന് എന്നോട്, നിങ്ങളോട് സംസാരിക്കുന്നത്? യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രക്ഷയെ അവഗണിക്കരുത്. ഈ ലോകത്തിൻ്റെ പാപമാണ് യേശുവിനെ അവഗണിക്കുക. ഈ ലോകത്തിൻ്റെ പാപമാണ് യേശുവിനെ മറയ്ക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് യേശുവിനെ കുറിച്ചുള്ള ബോധ്യവും യേശുവിനെ കുറിച്ചുള്ള തീഷ്ണതയും കുറഞ്ഞു വരിക. വീട്ടിൽ യേശുവിനെ കുറിച്ചുള്ള തീഷ്ണത കുറഞ്ഞു വരിക. പള്ളിയിൽ യേശുവിനെ കുറിച്ചുള്ള തീഷ്ണത കുറഞ്ഞു വരിക. സഭാ സമൂഹങ്ങളിൽ, സഭാ യോഗങ്ങളിൽ യേശുവിനെ കുറിച്ചുള്ള തീഷ്ണത കുറഞ്ഞു വരിക. എന്നാൽ ഈ സംഭവത്തിലൂടെ പിതാവായ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്: യേശു ഇന്നും നിങ്ങളുടെ ഇടയിലുണ്ട്, യേശു ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ വായിച്ചപ്പോൾ ഒരു കാര്യം അച്ഛന് വെളിപ്പെട്ടു. പത്രോസും യോഹന്നാനും ഒരു രോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ രോഗസൗഖ്യത്തെക്കുറിച്ച് അവിടെ സംസാരമുണ്ടായി. ആ സമയത്ത് പരിശുദ്ധാത്മാവ് പത്രോസ് അപ്പോസ്തലനോട് സംസാരിക്കുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു: ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ എന്തിനിതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയിലോ സ്വന്തം സുഹൃതം കൊണ്ടോ ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ച് നോക്കുന്നത് എന്തിന്?
അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടും അവൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളി പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു. പകരം ഒരു കൊലപാതകയെ വിട്ടയക്കാൻ വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചു. ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും ഈ സമൂഹത്തിലുണ്ട്. അവൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമക്കളെ, ഹൃദയം യേശു ക്രിസ്തുവിലേക്ക് തിരിക്കാൻ പിതാവായ ദൈവം ഇന്ന് എന്നെയും നിങ്ങളെയും തൊട്ട് വിളിക്കുകയാണ്. എല്ലാ ദൈവമക്കളും ഈ സമയം എഴുന്നേറ്റ് നിൽക്കുക. ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് തരുന്ന വെളിപ്പെടുത്തലുകളിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് സ്വർഗസ്ഥനായ പിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും തീക്ഷ്ണമായി വിശ്വസിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് സന്തോഷമാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തുള്ള ആസക്തി മൂലം യേശുവിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. പ്രിയ മക്കളെ, ഇന്ന് അനേകർ ലോക സുഖങ്ങളിൽ സന്തോഷിച്ച് ലോകത്തെ എൻജോയ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥന, വചനം, വിശുദ്ധി, ദൈവചിന്തയിലുള്ള ജീവിതം അതെല്ലാം ഉപേക്ഷിച്ച് തന്നിഷ്ടം പോകാൻ വേണ്ടി പ്രാർത്ഥന യേശുവിനെ ഉപേക്ഷിക്കുകയാണ്. ഈ സമയം പിതാവായ ദൈവം തൊട്ട് വിളിക്കുകയാണ്. ഇതാ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു, ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്ന് നിനക്ക് വേണ്ടി കുരിശിൽ പടഞ്ഞ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു നിന്റെ രക്ഷിതാവ്. രണ്ട് കരങ്ങളും കൂപ്പി ക്രൂശിതനായ യേശുവിനെ നോക്കി ഭക്തിപൂർവ്വം നമുക്ക് ധ്യാനിക്കാം. പിതാവായത് തൊട്ട് വിളിക്കുകയാണ്. മകനെ, നീ യേശുവിനെ കാണുക. മകളെ, നിന്റെ യേശുവിനെ നീ അറിയുക. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഓരോ മകനും മകളും ഈ സമയം ക്രൂശിതനെ ധ്യാനിക്കുകയാണ്. രണ്ട് കരങ്ങളും കൂപ്പി, യേശുവേ, എൻ്റെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായ യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഹൃദയം നുറുങ്ങി മക്കൾ പ്രാർത്ഥിക്കുന്നു. കാൽവരി മലമേൽ നോക്കുനീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ജ്ഞാനപീഠമതിൽ കയറി, ജ്ഞാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു.
യേശുവേ, അവിടുത്തെ ശരീരത്തിൽ എൻ്റെ പാപങ്ങൾ അവിടുന്ന് വഹിച്ചു. എൻ്റെ മുഴുവൻ പാപങ്ങളുടെയും പാപപരിഹാരമായി എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് സൗജന്യ പാപക്ഷമായി എനിക്ക് വേണ്ടി പ്രഖ്യാപിച്ചു. അങ്ങയുടെ കുരിശ് മരണത്താൽ എൻ്റെ എല്ലാ പാപങ്ങളും നീക്കം ചെയ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അവിടുന്ന് എൻ്റെ പാപപരിഹാര ബലിയാണ് ഞാൻ ആരാധിക്കുന്നു. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ, ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, രക്ഷകനേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, രക്ഷകനേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ക്രൂശിതനെ നോക്കി യേശുവേ, യേശുവേ, ഹൃദയം തുടങ്ങി യേശുവിന്റെ നാമത്തെ ഒരുമിച്ച് മക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം വലിയ കൃപ, വലിയ അഭിഷേകം ഇതാ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. തകർന്ന നാദാ, എനിക്കായി മുറിഞ്ഞ നാദാ, രക്ഷിതാവേ, എനിക്കായി തകർന്ന നാദാ, എനിക്കായി നിൻ രക്തം ചൊരിഞ്ഞ നാദാ, യേശുവേ, എനിക്കായി മരിച്ച നാദാ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ അറിയുന്നു ഞാൻ അങ്ങയുടെ സ്നേഹം, അറിയുന്നു ഞാൻ അങ്ങയുടെ സ്നേഹം, അരഞ്ഞവൻ മുറിഞ്ഞവൻ പിടഞ്ഞവൻ നീ, എനിക്കായി അരഞ്ഞവൻ മുറിഞ്ഞവൻ പിടഞ്ഞവൻ നീ, എനിക്കായി മുറിഞ്ഞ നാദാ, എനിക്കായി തകർന്ന ചൊരിഞ്ഞ നാദാ, എനിക്കായി മരിച്ച നാദാ, എനിക്കായി മരിച്ച നാദാ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം.
ഉണക്കിയിടുന്ന നാഥ, സാന്ത്വനം നൽകുന്ന നാഥ, മുറിവുണക്കിയിടുന്ന നാഥ, സാന്ത്വനം നൽകുന്ന നാഥ, അണയുന്നു ഞാൻ തിരുസവിധേ, കാരുണ്യം തൂകണേ നാഥ, കണ്ണീർ തുടയ്ക്കണേ നാഥ, മുറിവുണക്കിയിടുന്ന നാഥ, സാന്ത്വനം നൽകുന്ന നാഥ. ഈ നിമിഷങ്ങളിൽ കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാൾ സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ രക്ഷകനായ യേശു ദിവ്യകാരുണ്യ രൂപനായി ഇന്ന് ഓരോ മക്കളെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണിത്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഈ സമയം കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് വ്യാധികളും ഒരുപാട് തിന്മകളും വിട്ടകലുകയാണ്. കഠിന ഹൃദയങ്ങളെ കർത്താവ് ദാ സ്പർശിക്കുന്നു. കഠിന ഹൃദയങ്ങൾ മാംസമാകുന്ന സമയമാണ്. രോഗമുള്ള മേഖലകളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ഇതാ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നതിന് അടയാളമായി അവിടുത്തെ നാമത്തിൽ വിടുതലുകളും സൗഖ്യങ്ങളും ചൊരിയപ്പെടുന്നു. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി യേശുവിന്റെ നാമത്തെ ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, 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 ആനന്ദമുണ്ട്, എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, എനിക്കേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്,